ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് മേടിച്ചേക്കുന്ന കുറച്ച് സാധനങ്ങളാണ്. അപ്പോൾ എന്താണ് പറയുക, വീട്ടിലേക്ക് മേടിച്ചേക്കുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത് ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ ഓൾറെഡി റെൻറ്റിന് താമസിച്ചുകൊണ്ടിരുന്നിടത്തു നിന്ന് വേറെ റൂമിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യാണ് കേട്ടോ. അപ്പം അങ്ങോട്ടേക്ക് മേടിച്ചേക്കുന്ന കുറച്ച് സാധനങ്ങളാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ്, ആദ്യം തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം മേടിച്ചിട്ടുണ്ടായിരുന്നല്ലേ, എന്താണ് പറയുക, ടൂത്ത് ബ്രഷ് ഹോൾഡർ എന്നല്ലല്ലോ, ടൂത്ത് ബ്രഷ് കേസ് അങ്ങനെയാണ് കേട്ടോ പറയുക, ബ്രഷ് കേസ്. അത് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ആദ്യം വാങ്ങിച്ചപ്പം അത് സൈസ് വലുതായിട്ട് ഞാൻ റിട്ടേൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ. അപ്പം ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ പിന്നെ ആമസോണിൽ ഓർഡർ ചെയ്തിരുന്നു. അപ്പം ആ സാധനം വന്നിട്ടുണ്ട് കേട്ടോ. ഇതായിരുന്നു കേട്ടോ ഞാൻ ഉദ്ദേശിച്ച സാധനം. ഇത് എക്സാക്ട് സൈസാണ്. നമുക്ക് ബ്രഷ് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട്, അത് നമ്മൾ ഓൾറെഡി ബ്രഷ് ഒരു സ്റ്റാൻഡിലായിരിക്കും ഇട്ട് വെക്കുന്നത്. എന്നാലും അതിങ്ങനെ വെക്കുമ്പം ഇങ്ങനെ ബാത്റൂമിലാണല്ലോ നമ്മൾ വെക്കുന്നത്, അപ്പം കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതിലിട്ട് വെക്കുകയാണെങ്കിൽ നല്ല സേഫായിട്ട് ഇരുന്നോളൂ. അപ്പം അങ്ങനെ മേടിച്ചാണ് കേട്ടോ. ഇത് 4 എണ്ണമാണ് വന്നേക്കുന്നത്. ഇത് 4 പീസ് ഞാൻ വാങ്ങിച്ചേക്കുന്ന റേറ്റ് 113 രൂപയാണ് കേട്ടോ. 113 രൂപയ്ക്ക് 4 പീസാണ്. അത് നല്ല യൂസ്ഫുള്ളായിട്ടുള്ള സാധനമാണ്. അതാണ് ഫസ്റ്റ് ഒന്ന് വന്നേക്കുന്നത്. ഇനി അടുത്തത് എന്താണുള്ളത് പൊട്ടിച്ച് നോക്കിയാൽ അറിയാൻ പറ്റുള്ളൂ. കാരണം കുറച്ചധികം സാധനങ്ങൾ തന്നെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മളിപ്പോൾ എടുത്തേക്കുന്ന ഒരു ചെറിയ റൂമാണ്, ഒരു ജസ്റ്റ് ഒരു റൂമും അതുപോലെ തന്നെ ഒരു ഹോൾ പോലെ ഒരു എൻട്രൻസും പിന്നെ ഒരു കിച്ചൺ, അത്രയേ ഉള്ളൂ. അപ്പം ഇവിടെ കുറച്ച് സൗകര്യങ്ങൾ കുറവാണ്. അപ്പം നമ്മൾ അതുകൊണ്ട് വാങ്ങിച്ചേക്കുന്ന സാധനങ്ങളാണ്. സൗണ്ട് ഉണ്ടല്ലേ നല്ല രീതിക്ക്. എൻ്റെ സൗണ്ടൊക്കെ മൊത്തത്തിൽ പ്രശ്നമാണ് കേട്ടോ. കാരണം ഒരു പനിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങ് ഇരിക്കുന്നേ ഉള്ളൂ. സൗണ്ടൊന്നും അത്ര ക്ലിയർ ആയി വന്നിട്ടില്ല ഇതുവരെ. അപ്പം അതുകൊണ്ട് കുറച്ച് ദിവസമായി നമ്മൾ ലോങ് വീഡിയോസൊക്കെ എടുത്തിട്ട്. എല്ലാ കവറിൻ്റെ ഉള്ളിൽ ഇതിങ്ങനെ ഒരു ബോക്സിലാണ് വന്നേക്കുന്നത്. എനിക്ക് തോന്നുന്ന നമ്മളൊരു ക്ലോത്തിൻ്റെ ഒരു അലമാര ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ക്ലോത്തിൻ്റെ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ കൊണ്ട് നടക്കാൻ എളുപ്പമല്ലേ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്ന സമയത്ത് നമുക്ക് അത് സാധാ ഒരു തുണി മടക്കി കൊണ്ടുപോകുന്ന പോലെ തന്നെ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ക്ലോത്തിൻ്റെ ഒരു അലമാര വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതാണോ എന്നറിയില്ല, കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ ഈ സാധനത്തിന്. അതേ തോന്നുന്നു അതിൻ്റെ സെറ്റ് ചെയ്യാനുള്ള സാധനങ്ങളാണ്. നല്ല വെയിറ്റ് കേട്ടോ. ഇത്രയധികം കമ്പുകളും പൊടികളൊക്കെ ഉണ്ട്. അത് ഇതെങ്ങനെ സെറ്റ് ചെയ്യുമെന്നുള്ളത് അറിയില്ല കേട്ടോ, നോക്കണം. അങ്ങനെ നമ്മൾ അലമാര സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് വിചാരിച്ച പോലെയല്ല, നല്ല പാടായിരുന്നു ചെയ്യാനായിട്ട്. പിന്നെ ഇതിപ്പോൾ ഞാൻ റെൻറ്റിന് എടുത്തേക്കുന്ന നമ്മുടെ ചുറ്റും പുറം ഫുള്ളിങ്ങനെ താമസക്കാരുണ്ട് കേട്ടോ. അപ്പോൾ തൊട്ടടുത്തുള്ള റൂമിലുള്ള ശർണ ചേച്ചി രാജേഷ് ഏട്ടനും കൂടെ വന്നിട്ടാണ് എനിക്കത് ചെയ്തു തന്നത്. കാരണം അവരുടെ അടുത്തും അതേപോലത്തെ സെയിം അലമാര അവരുടെ അടുത്തുണ്ട്. അപ്പം ഞാൻ അവരെ പോയി വിളിച്ചു, കാരണം ഞാൻ അവിടെ ഉള്ളത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. കാരണം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സമയത്ത് കൊണ്ട് നടക്കാൻ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അത് ക്ലോത്തിൻ്റെ ആകുമ്പോൾ കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചു, അങ്ങനെ വിചാരിച്ച് വാങ്ങിച്ചാണ്. പക്ഷേ ഇത് സെറ്റ് ചെയ്യുക എന്നുള്ളത് നല്ല പണിയാണ്. ഞങ്ങൾ 3 ആളും കൂടി കുറേ സമയം ഇരുന്നിട്ടാണ് അതൊന്ന് സെറ്റ് ചെയ്തത്. അപ്പോൾ ഇത് സെറ്റ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിങ്ങനെയാണ് കേട്ടോ നമ്മൾ അലമാര സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കാണുന്നത്. നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോയെന്നറിയില്ല, കാരണം ലൈറ്റില്ല, കറണ്ടില്ല. അപ്പം ആകെ ഒരു ഇരുണ്ട് മൂടിയായി നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോയെന്നറിയില്ല. ഇതുകൊണ്ട് കുറച്ചൊരു ക്ലോസറായിട്ട് കാണിച്ചു തരാം. ഇതിങ്ങനെയാണ് കേട്ടോ വരിക, കണ്ട ഇങ്ങനെ. എന്നിട്ട് അതിൻ്റെ പുറത്തൊരു കവറ് പോലെ കേട്ടോ, ഇത് നമുക്കിങ്ങനെ മൂടാൻ പറ്റും. കണ്ട ഇങ്ങനെ മൂടിയിട്ടിട്ട് നമുക്കിതിങ്ങനെ സിബ് ഉണ്ട് കേട്ടോ, അങ്ങനെ സിബിട്ട് വെക്കാൻ പറ്റും. അങ്ങനത്തെ അത്യാവശ്യം വീതിയുള്ളൊരു അലമാരയാണ് കേട്ടോ. കണ്ട ഇത്രയും വീതിയുണ്ട്. പിന്നെ ഹൈറ്റ് കുറച്ച് കുറവാണ് കേട്ടോ, പ്രതീക്ഷ അത്ര ഹൈറ്റില്ല. അത്രയും കണ്ടോ എൻ്റെ ക്ലോസ് കണ്ടോ, എൻ്റെ ലുക്ക് കണ്ടോ എങ്ങനെയാണ് ഉള്ളത് കേട്ടോ.
അപ്പം അത്യാവശ്യം നമുക്ക് വീട്ടിലിടുന്ന ഡ്രസ്സും അല്ലെങ്കിൽ നമ്മൾ ഡെയിലി ഇങ്ങനെ കടയിൽ പോകുന്ന ഡ്രസ്സും ഒക്കെ ഇടാലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങാം. വേറൊരു അലമാര കൂടിയുണ്ട് നമുക്ക്. ഇത് മറ്റേ മൾട്ടിവുഡിൻ്റെ അലമാരയാണ് കേട്ടോ. ഇത് നമ്മൾ ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളിവിടെ വരെ എത്തിച്ചത്. കാരണം നമ്മളിപ്പോൾ എടുത്തേക്കുന്ന റൂമെന്ന് പറഞ്ഞാൽ 3rd ഫ്ലോറിലാണ്. അപ്പം നമ്മളെ കുറേ ചേട്ടന്മാർ കൂടി വണ്ടിക്ക് കൊണ്ടുവന്നിട്ട് എന്താണ് ഇങ്ങനെ വട വിട്ട് കെട്ടി മേളിലോട്ട് കയറ്റൂലേ, അങ്ങനെ നല്ല കഷ്ടപ്പാടായിരുന്നു. അപ്പോൾ ഇത് കയറ്റാനുള്ളൊരു കഷ്ടപ്പാട് കണ്ടിട്ടാണ് ഞാൻ ഈ ക്ലോത്തിൻ്റെ അലമാര വാങ്ങിച്ചത്. കാരണം നമുക്ക് ഇനിയും എങ്ങോട്ടെങ്കിലൊക്കെ ഷിഫ്റ്റ് ചെയ്യേണ്ടിയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് കൊണ്ടുപോകാനായിട്ട് എളുപ്പമാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ ഇത് സെറ്റ് ചെയ്യാന്നുള്ളത് ഭയങ്കര ടാസ്ക്കായിപ്പോയി. ഇത് ഞാൻ സെറ്റ് ചെയ്യുന്ന വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചു, പക്ഷെ അത് പോസിബിൾ ആയിരുന്നില്ല. കാരണം ഞങ്ങൾ 3 പേരും കൂടി ഒരുപാട് സമയം എടുത്തിട്ടാണ് അത് ചെയ്തത്. അപ്പം ഇതാണ് ഞാൻ ഫസ്റ്റ് വാങ്ങിച്ച സാധനം. ഇനി അടുത്ത സാധനം കാണിച്ചു തരാം. നമ്മൾ കിച്ചണിലേക്ക് വേണ്ടി മേടിച്ചാണ് കേട്ടോ. നമ്മൾ എന്താണ് ഈ മസാലകളൊക്കെ ഇട്ട് വെക്കുക, നമ്മൾ പൊടികളൊക്കെ ഇട്ട് വെക്കുന്ന ടിന്നുകൾ അടുക്കി വെക്കാൻ വേണ്ടിയിട്ട് ഒരു റാക്ക് പോലെ ഇത് വാങ്ങിച്ചേക്കുന്നതാണ് കേട്ടോ. ഇതിങ്ങനെ കുറേ പല കഷ്ണങ്ങളാണ് ഇങ്ങനെ വന്നേക്കുന്നത്. നമ്മളത് സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഷെൽഫ് പോലെ ആവും. അപ്പോൾ ഈ സെയിം സാധനം എൻ്റെ വീട്ടിലുണ്ട് കേട്ടോ. അവിടെ കിച്ചണിൽ വെച്ചിട്ടുണ്ട് ഇതേപോലത്തെ. അപ്പോൾ അത് ഓർത്ത് ഞാൻ വാങ്ങിച്ചാണ്. കാരണം കുറച്ച് സ്പേസ് മതി, അത്യാവശ്യം നമ്മളെ ടിന്നുകൾ കാര്യങ്ങളെല്ലാം ഒതുങ്ങിയിരുന്നോളും. അപ്പോൾ ഇതിൽ എന്താണ് ഇങ്ങനത്തെ 5 പീസസാണ് കേട്ടോ വന്നേക്കുന്നത്. ഇങ്ങനത്തെ 5 പീസസും പിന്നെ ഇത് ഡാമേജ് ആണോ അത് ഓൾറെഡി ഇങ്ങനെയാണെന്ന് അറിയത്തില്ല. ഈ ഒരു വീതിയിൽ കണ്ടോ, ഈ ഒരു വീതിയിൽ 2 പീസും കൂടെ വന്നിട്ടുണ്ട്. ഇതിന് ഒടിഞ്ഞാണോ ഒടിഞ്ഞു പോയതൊന്നുമല്ല, പെയിൻറ്റ് അടിച്ച് നല്ല ഫിനിഷിങ്ങിൽ തന്നെയാണ് വന്നേക്കുന്നത്. എന്നാൽ ഇതെന്താ സംഭവം എന്ന് അറിയുമ്പോൾ എന്തായാലും ഇതും കൂടെ നമുക്ക് സെറ്റ് ചെയ്ത് നോക്കാവേ. സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് തൊട്ടടുത്ത ദിവസമാണ് ഞാനിത് സെറ്റ് ചെയ്തത്. കാരണം ഇതിങ്ങനെ സ്ക്രൂ ചെയ്ത് വെക്കണമായിരുന്നു. അപ്പോൾ നമ്മുടെ സ്ക്രൂ ഡ്രൈവർ ഒന്നും ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇത് 2 ദിവസമായിട്ട് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ നമ്മളിത് സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ഇങ്ങനെ വരും കേട്ടോ. ഇത് ഇനി 2 ഭിത്തിയിൽ 2 ആണി അടിച്ചിട്ട് അതിലേക്ക് തൂക്കിയിട്ടാൽ മതി. അപ്പോൾ അത്യാവശ്യം നമുക്ക് ഈ മസാലകളൊക്കെ ഇട്ട് വയ്ക്കുന്ന ടിന്നുകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ അടിച്ച് വെക്കാനായിട്ട് അത്യാവശ്യം സ്പേസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് അതുപോലെ 3 ഷെൽഫാണ് വരുന്നത്. പിന്നെ ഇവിടെയും കൂടെ 2 ഹുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കീ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇല്ല, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഹാങ് ചെയ്തിടാനായിട്ടും പറ്റും കേട്ടോ. ഇത് താഴെ അതുപോലെ തന്നെ ഇതുണ്ട്, ഇവിടെ 2 ഹോളുകളുണ്ട്. ഇതിങ്ങനെ കമ്പി ബോർഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനത്തേലും നമുക്ക് വേണമെങ്കിൽ കത്രിക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഹാങ് ചെയ്തിടാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് കേട്ടോ അടുത്ത സാധനം വാങ്ങിച്ചേക്കുന്നത്. ഇതിൻ്റെ റേറ്റ് ഇതിൻ്റെ റേറ്റ് 1087 രൂപയ്ക്കാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത്. അയ്യോ സോറി, 1087 അല്ല, 599 രൂപ കേട്ടോ. 599 രൂപയ്ക്കാണ് ഈ റാക്ക് വാങ്ങിച്ചേക്കുന്നത്. പിന്നെ നേരത്തെ കാണിച്ച അലമാരയ്ക്ക് കൊടുത്ത റേറ്റാണ് 1416 രൂപ കേട്ടോ. അപ്പം 1416 രൂപയ്ക്ക് അത്യാവശ്യം നമുക്ക് ഡ്രസ്സൊക്കെ വെക്കാനായിട്ട് പറ്റും. അപ്പം അതാണ് അടുത്ത സാധനം. അപ്പോൾ 2 സാധനങ്ങളായില്ലേ. പിന്നെ ഞാൻ വാങ്ങിച്ചേക്കുന്നത് ഒരു ഷൂ റാക്കാണ്. കാരണം എല്ലാവരുടെയും കൂടെ ചെരുപ്പാകുമ്പോൾ കുറച്ചധികം ചെരുപ്പ് തന്നെ ഉണ്ട്. അപ്പം ഇതിലൂടെ ഇങ്ങനെ വലിച്ചിടുക എന്ന് പറയുന്നത് അതൊരു ബുദ്ധിമുട്ടല്ലേ. അത് കാരണം ഒരു ഷൂ റാക്ക് വാങ്ങിയിട്ടുണ്ട്. ഇത് ഹാൻഡിൽ പ്ലാസ്റ്റിക്കാണ് കേട്ടോ. ഈ ഹാൻഡിൽ പ്ലാസ്റ്റിക്കും ബാക്കിയെല്ലാം അങ്ങനെ കമ്പിയാണ് കേട്ടോ വരുന്നത്. അത്യാവശ്യം നല്ല ബലത്തിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ റേറ്റ് 1087 രൂപ കേട്ടോ. 1087 രൂപയ്ക്കാണ് ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചത്. അപ്പം ഈ 3 സാധനങ്ങളാണ് ഇപ്പോൾ നമുക്ക് ഡെലിവറി ആയിട്ടുള്ളത്. ഇനി കുറച്ചധികം സാധനങ്ങളും കൂടെ വരാനുണ്ട്. അപ്പോൾ വരുന്നതനുസരിച്ചിട്ട് അതിൻ്റെയൊക്കെ റിവ്യൂ ചെയ്യാം കേട്ടോ. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ പുതിയതായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.